Good afternoon to all. Good afternoon, ma'am. 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 Good afternoon. Okay, good afternoon once again and welcome to late. കുറച്ച് ലേറ്റ് ആയി പോയി. ഞാൻ ഒരു ക്ലാസ് കഴിഞ്ഞാണ് കയറിയതല്ലോ, അതുകൊണ്ടാണ് ലേറ്റ് ആയേ. എപ്പോഴും ഈ സെക്കൻഡ് പീരീഡ് കുറച്ച് ലേറ്റ് ആവും. ചിലപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ലേറ്റ് ആകും, കാരണം വേറെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ ആ ക്ലാസ് കഴിയാൻ കുറച്ച് ലേറ്റ് ആകുമ്പോഴാണ് ഇവിടെ വരുന്നത് ലേറ്റ് ആവുന്നത്. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ വരാൻ കുറച്ച് വൈകിയത്. ഓക്കെ, അതുകൊണ്ട് എപ്പോഴും ഓക്കെ. അപ്പൊ ക്ലിയർ ആയല്ലോ, എന്തുകൊണ്ട് വൈകിയെന്ന് മനസ്സിലായല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? മീറ്റിംഗ് ആയിരുന്നു. ഫുൾ സൗണ്ട് ആണ്. ശരിയാണല്ലോ, ഭയങ്കര ഡിസ്റ്റർബൻസ് ആണോ? എല്ലാവരും എണ്ണിട്ട് ഡിസ്റ്റിങ്ങാണോ? മ്യൂട്ട് ചെയ്യൂട്ടോ. ഓക്കെ, അവർ സുഖമായിട്ടിരിക്കുന്നു. ഇംഗ്ലീഷ് ക്ലാസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നോ? എന്തുകൊണ്ട് മിസ് വരുന്നില്ല? കാത്തിരുന്നു ബോറടിച്ചു. ഇംഗ്ലീഷിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് കൂടുതലൊന്നും സംസാരിക്കണ്ടല്ലോ, ക്ലാസ്സിലേക്ക് പോയാലോ? പോവാ, റെഡിയാണ്? 2 ദിവസം കുറച്ച് സംസാരം കൂടുതലായിരുന്നു, അതുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകും. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് എന്താ പഠിച്ചേ? എന്തോ പഠിച്ചല്ലോ ചെറുതായിട്ട്. Noun ആണ് പഠിച്ചത്. What is noun? Noun is the name of person, anything. Place ഓക്കെ, അൺമ്യൂട്ട് ചെയ്താല് അതിനുശേഷം മ്യൂട്ട് ചെയ്യാൻ നോക്കാം. സംസാരിച്ചതിന് ശേഷം മ്യൂട്ട് ചെയ്യാൻ നോക്കാം, മറക്കരുത്. അൺമ്യൂട്ട് ചെയ്യാൻ പഠിച്ചാലും മ്യൂട്ട് ചെയ്യാനും പഠിക്കണം, കേട്ടല്ലോ? ഓക്കെ, അപ്പൊ noun എന്ന് പറയുന്നത് noun is the name of anything, അല്ലെ? Noun is the name of person, place, animal, thing, concept, anything. ഓക്കെ, നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനും ഒരു പേരുണ്ട്. ഇനിയിപ്പോ സപ്പോസ് പേരില്ലെങ്കിൽ പോലും നമ്മൾ ഒരു പേരിടും. ഇങ്ങനെയാണ് അല്ലെ? അതുകൊണ്ട് പേരില്ലാത്തതായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് ആ പേരിനെയാണ് നമ്മൾ noun എന്ന് പറയുന്നത്. ഓക്കെ, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരു പേരുണ്ട്, ശരിയല്ലേ? എല്ലാവർക്കും ഒരു പേരുണ്ട് കേട്ടോ. അപ്പൊ കാണുന്ന പേരിലേക്ക് നമ്മൾ എന്താ പറയാ? noun എന്ന് പറയും. പിന്നെ ഒരു കാര്യം, നമുക്ക് noun ഇപ്പോ നിങ്ങളൊരു HA സ്റ്റുഡന്റ് ആണ്, മീൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല, ശരിക്കും പറയുകയാണെങ്കിൽ വരുന്നില്ല. ഇപ്പോ noun എന്താണ് എന്ന് ചോദിച്ചാൽ noun ഒരു പേരാണ്, നെയിമാണ് എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ അവസാനിപ്പിക്കാൻ പറ്റും. അല്ലാതെ ഗ്രാമർ നന്നായിട്ട് പഠിക്കണം എന്ന ആഗ്രഹമുണ്ട്, ഇംഗ്ലീഷിനെ കുറിച്ച് കുറച്ചുകൂടെ നന്നായിട്ട് അറിയണം എന്നാണെങ്കിൽ നമുക്ക് noun നെ കുറിച്ച് കുറച്ചധികം പറയേണ്ടതായിട്ടുണ്ട്. എന്താ വേണ്ടത് നിങ്ങൾക്ക്? ജസ്റ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രം ക്ലാസ് മതിയോ? അല്ല, എനിക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് കുറച്ചുകൂടെ കാര്യമായിട്ട് അറിയണം, എന്തായാലും പഠിക്കുകയാണ്, അതിന്റെ കൂട്ടത്തില് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നാണോ? അറിയണം എന്നാണെങ്കിൽ I want to know that, or വേണ്ടാന്നാണെങ്കിൽ ജസ്റ്റ് ഒരു നോ ആണെങ്കിൽ മതി. ഒന്ന് ടെക്സ്റ്റ് ചെയ്തേ, ഒപ്പീനിയൻ അറിയണം. അറിയണമെന്നാണെങ്കിൽ KNOW, വേണ്ടതാണെങ്കിൽ NOW മതി. ടെക്സ്റ്റ് ചെയ്യൂ, എനിക്ക് അറിയണം. നിങ്ങൾ ഭൂരിഭാഗം ഇത്രയും പേര് എങ്ങനെയൊക്കെ പറയുന്നു, എന്താ ചെയ്യണ്ടേ എന്നറിയണ്ടേ? ക്ലാസ് കണ്ടതാണ്. കൂടുതൽ അറിയണമെന്നുണ്ട്, പക്ഷേ ടൈം ഇല്ലല്ലോ. കൂടുതൽ അറിയണം. അപ്പൊ എല്ലാവരും പറയുന്നത് ഫോർ കമ്മ്യൂണിക്കേഷൻ ഒരാൾ മാത്രമാണ്.
പേര് കറക്റ്റ് കോളേജ് നോക്കണമല്ലോ. കൂടുതലായിട്ട് അറിയണം മാം. അറിയണം, ഡീപ്പായിട്ട് വേണം. കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഒരാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഡീപ്പാണ്. നന്നായിട്ട് പഠിക്കണമെന്നുണ്ട്. പഠിക്കണമെന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാൻ കൂടുതൽ അറിയണം. ഓക്കെ കൂടുതൽ അറിയണം. ഭൂരിഭാഗം പറഞ്ഞത് കൂടുതൽ അറിയണം എന്നാണ് കേട്ടോ, ഇംഗ്ലീഷിനെ കുറിച്ച് കമ്മ്യൂണിക്കേഷന് വേണ്ടി. ഓക്കെ, 3 പേര് കമ്മ്യൂണിക്കേഷൻ വന്നു, ബാക്കി എല്ലാവരും കൂടുതലാണ്. മൈക്കീസ് എന്താണ് അശ്വൻ? അശ്വൻ എന്താ ഉദ്ദേശിച്ചേ? മനസ്സിലായില്ല. എന്റെയാണോ? സൗണ്ട് ഈസ് നോട്ട് ക്ലിയർ. എന്റെ സൗണ്ട് ആണോ? എനിക്ക് സൗണ്ട് ക്ലിയർ ഇല്ല. സൗണ്ട് ക്ലിയർ ആണല്ലോ. ക്ലിയർ ആണല്ലോ. എന്താണ് അപ്പൊ അവിടെ ഏതെങ്കിലും ഇഷ്യൂ ഉണ്ടാവട്ടോ? ഒന്ന് ചെക്ക് ചെയ്യൂ. ഇവിടെയല്ല, എന്തായാലും മറ്റെല്ലാവർക്കും ഓക്കെയാണ്. മൈക്ക് പ്രോബ്ലം ഉണ്ട്. എന്റെയാണോ അല്ലെങ്കിൽ അശ്വന്തിന്റെയാണോ? മനസ്സിലാവുന്നില്ല എനിക്ക്. എന്റെയാണ്. ഓക്കെ, എന്റെ സൗണ്ട് ക്ലിയർ ആണോ? എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? എന്റെ മൈക്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ക്ലിയർ ആണ്. Clear ആണ് മാം. ക്ലിയർ ആണല്ലോ അശ്വൻ. ഓക്കെ, അപ്പോ ഇംഗ്ലീഷിനെ കുറിച്ച് കുറച്ചുകൂടെ കൂടുതലായിട്ട് അറിയണം. കമ്മ്യൂണിക്കേഷൻ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോ ഒരു കാര്യം ചെയ്യാം, ഒരു വീഡിയോ പിടിക്കാം പോരെ. ഒരുപാട് വേണ്ട, എന്നാൽ അറിയുകയും ചെയ്യാം. ഒന്നും ഒട്ടുമില്ല എന്ന് വേണ്ട. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാം. മിഡിൽ നിർത്താം നമുക്ക്. ഓക്കെ, അപ്പോ ചോദിച്ച വേറെ അല്ലാട്ടോ. കാരണം നൗൺ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു നെയിം എന്ന് പറഞ്ഞ് വേണമെങ്കിൽ അവസാനിപ്പിക്കാം. പക്ഷേ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നൗൺ നമ്മൾ ഒരുപാട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെ കുറിച്ച് ഒന്ന് വേണമെങ്കിൽ ചുമ്മാ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അതിന് വേണ്ടിയാണ് ചോദിച്ചത്. അതുപോലെ തന്നെ പ്രോണൗൺ ആണെങ്കിലും ഇനി അങ്ങോട്ട് എടുക്കുന്നതൊക്കെ കുറച്ച് ഡീപ്പായിട്ട് അറിയണമെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവാം. ഓക്കെ, അപ്പോ പിന്നെ സമയമില്ല എന്ന് പറയുമ്പോൾ ഒരു 6 മാസം നമുക്ക് മുന്നിലുണ്ട്. 6 മാസം നമുക്ക് എന്തായാലും വീക്ക്ലി 2 ക്ലാസ്സസ് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അല്ലെ. അതുകൊണ്ട് മാക്സിമം പെട്ടെന്ന് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. മാക്സിമം നോക്കുന്നുണ്ട്, മിക്കവാർക്കും അങ്ങനെ ക്ലാസ് എടുക്കാറുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കൂ. അപ്പൊ നൗൺ എന്ന് പറയുന്നത് noun is the name of a person, place, animal, things or concepts, anything. Okay, that's a noun. And noun are classified into I think 6 kinds. Okay, ഒരു 6 രീതിയിൽ noun നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് അത് കേട്ടിരിക്കും കേട്ടോ. നോട്ട്സ് വേണമെങ്കിൽ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം, അത് മാത്രം നോട്ട്സ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ക്ലാസ്സിൽ. ഓക്കെ, കേട്ട് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോ നൗണിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? ഫസ്റ്റ് proper noun, common noun, abstract noun, collective noun, countable noun, uncountable noun. These are the classification of the noun. Okay, clear? എന്തെങ്കിലും മനസ്സിലായോ? The first one is proper noun, and the second one is common noun, and third one abstract noun, then collective noun, then countable, and uncountable noun. These are the 6 kinds of noun, that is proper, common, abstract, collective, countable, and uncountable. Is it clear? Just പേര് മനസ്സിലായോ? എന്തൊക്കെയാണ് പേര് എന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ noun എന്ന ഹെഡിങ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്.
ഇന്നത്തെ നോട്ട്സ് കംപ്ലീറ്റ് ആയേ? കംപ്ലീറ്റ് ആണല്ലോ. ഓക്കെ, അപ്പൊ അതിന് താഴെ എഴുതാം. നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് എന്ന് ഈ പറയുന്ന പേരുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ക്ലിയർ? എഴുതി കഴിഞ്ഞല്ലോ. ഈ 4 കൈൻഡ്സ് ഓഫ് നൗൺസിന്റെ പേരുകൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയല്ലോ. കഴിഞ്ഞോ? ഇനി ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരുപാട് ക്രിട്ടിക്കലായിട്ട് ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് സിമ്പിൾ ആണ്. പറഞ്ഞുതരാം, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അതില് കഴിഞ്ഞോ? ഇത് കഴിഞ്ഞ എല്ലാവരെയും ഇത് കഴിഞ്ഞിട്ട് ശ്രദ്ധിച്ചിരിക്കൂ. കഴിഞ്ഞിട്ട് പറയൂ കേട്ടോ. എനിക്ക് ഓൺലൈൻ ക്ലാസ് ആണ്. നിങ്ങൾ അവിടെ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങൾ അവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്ക് അറിയില്ല. സോ പറഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് റെസ്പോൺസ് എഴുതി കഴിഞ്ഞു മാം. എഴുതി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്താണ് പ്രോപ്പർ നൗൺ? അല്ലെ, എനിക്കും നിങ്ങൾക്കും ഒരു പേരുണ്ടാവും അല്ലെ, എനിക്കും നിങ്ങൾക്കും പേരുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചുറ്റിനും കാണുന്ന ഓരോ വസ്തുക്കൾക്കും അതിൻ്റെതായ രീതിയിലുള്ള പേരുകളുണ്ട്. ശരിയല്ലേ? എന്റെ പേര് അശ്വതി എന്നാണ്. നിങ്ങളുടെ പേരൊക്കെയോ? അനീസയുണ്ട്, അന്ന, അല്ലെ, അങ്ങനെ കുറെ പേരുകളുണ്ട്. ബൃന്ദ ഒക്കെ നിങ്ങളുടെ പേരാണ്. ഓക്കെ, അപ്പോ ആർക്കെങ്കിലും ആവട്ടെ, അത് പ്ലേസ് ആയിക്കോട്ടെ, പേഴ്സൺ ആയിക്കോട്ടെ, തിങ്സ് ആയിക്കോട്ടെ, അനിമൽസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പെർട്ടിക്കുലർ ആയിട്ടൊരു നെയിം ഉണ്ടെങ്കിൽ അത് പ്രോപ്പർ നൗൺ ആണ്. ഓക്കെ, പ്രോപ്പർ നൗൺ ഓർ പ്രോപ്പർ നെയിം മീൻസ് മനസ്സിലായോ? അതായത് ഇപ്പൊ നമുക്ക് ഒരുപാട് ഷോപ്സ് ഉണ്ടല്ലോ, പുറത്തോട്ട് ഇറങ്ങിയാൽ ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഞാനിപ്പോ പറയാണ് ഞാൻ കടയിൽ പോവാണ്ടോ, അമ്മ ഞാൻ കടയിൽ പോവാണ് എന്ന് പറയുമ്പോ അമ്മ ചോദിക്കും ഏത് കടയിൽ എന്ന് ചോദിക്കും. ചോദിക്കോ? ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഏതോ ഒരു കടയിൽ എന്ന് പറയോ? ഇല്ല, അവർ പെർട്ടിക്കുലർ നെയിം പറയും. എവിടെയാണോ പോകുന്നത്, ഏത് ഷോപ്പിലാണോ പോകുന്നത്, ആ ഷോപ്പിന്റെ പേര് പറയും. ആ ഷോപ്പിന്റെ പേര് പറഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ് അല്ലെ? ഇപ്പൊ നിങ്ങൾ എവിടെയാ പോകുന്നതെന്ന് വെച്ചാല് ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്തിന് പേരില്ലേ, പേര് പറഞ്ഞിട്ടല്ലേ പോവാ. ഓക്കെ, അപ്പൊ എന്തിനാ ഒരാൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനോ അല്ലെങ്കിൽ ഒരു ആനിമലിനോ, നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും പെറ്റുണ്ട്. പെറ്റുണ്ടാവുന്നത് പട്ടിയോ പൂച്ചയോ എന്തെങ്കിലും ആവട്ടെ, തത്തയോ എന്തെങ്കിലും ഒക്കെ ആവട്ടെ, പെറ്റ്സ് ഉണ്ടാവും. ആ പെറ്റിന് നമ്മൾ എന്താ വിളിക്കുക? പട്ടീന്നാ വിളിക്കുക അല്ലെങ്കിൽ ഡോഗെന്നാ വിളിക്കുക? അല്ലല്ലോ, പേരിടും അല്ലെ? ഒരു പേരിട്ട് വിളിക്കും. അത് ഒരു പ്രോപ്പർ നെയിം ആണ് കേട്ടോ, ഒരു പ്രോപ്പർ നൗൺ ആണ്. ഓക്കെ, അപ്പോ നമ്മൾക്ക് ചുറ്റും കാണുന്ന ഓരോന്നിനും അവർക്ക് ഐഡന്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ യൂണീക്ക് ആയിട്ട് ഒരു പേരുണ്ടെങ്കിൽ, എന്തിനാവട്ടെ പേരുണ്ടെങ്കിൽ അത് പ്രോപ്പർ നൗൺ ആണ്. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നെക്സ്റ്റ് കോമൺ നൗൺ കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇപ്പോ കോമൺ ആണെന്ന് പറയുമ്പോ നമ്മളെല്ലാവരും ആരാണ്? വുമൻ ആണെന്ന് പറയാം. വിമൻ അല്ലെ? വിമൻ അല്ലേ? വിമൻ ആണ്. വിമൻ എന്ന് പറയുമ്പോ ഇപ്പൊ ഞാൻ പറയാണ് ആ പെൺകുട്ടിയെ കാണാൻ നല്ല ഭംഗിയാണ് എന്ന് പറയും. ആ പെൺകുട്ടിയെ കാണാൻ നല്ല ഭംഗിയാണ്. പേരറിയാവുന്ന ഒരാളാണെങ്കിൽ ഞാൻ പേരാ അവിടെ പറയുള്ളൂ. ശരിയല്ലേ? പേരാണ് പറയാം. എനിക്ക് പേരറിയില്ലെങ്കിൽ പോലും, പേരറിയില്ലെങ്കിൽ ഞാൻ എന്ത് പറയും? ആ പെൺകുട്ടി എന്ന് പറയും. ആ പെൺകുട്ടിയെ കാണാൻ നല്ല ഭംഗിയില്ലേ എന്ന് പറയും. പെൺകുട്ടി എന്ന് പറയാൻ കാരണം എന്താ? അതൊരു കോമൺ നെയിമാണ്. നമ്മൾ കോമൺലി വിളിക്കുന്നത് പെൺകുട്ടി എന്നല്ലേ? പെൺകുട്ടി എന്ന് വിളിക്കും, സ്ത്രീ എന്ന് വിളിക്കും, ബോയ്, ഗേൾ, മാൻ. ഓക്കെ, ഇതൊക്കെ കോമൺ നെയിമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്കും നിങ്ങൾക്കും ഒരു യൂണീക്ക് നെയിം ഉണ്ടെന്ന് പറഞ്ഞു. അല്ലാതെ നമ്മൾ എന്താ വിളിക്കാം? ഗേൾ എന്ന് പറയാം, വുമൻ എന്ന് പറയാം അല്ലെ? ഇനിയിപ്പോ കടയെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഓരോ ഷോപ്സിനും ഓരോ പേരുണ്ടെന്ന് പറഞ്ഞു. ഓരോ ഷോപ്സിനും ഓരോ പേരുണ്ടെങ്കിൽ അത് പ്രോപ്പർ നൗൺ ആണ്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് എന്താ പറയാ? ഷോപ്പ് എന്നല്ലേ പറയാം. അപ്പൊ ഷോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആ ഷോപ്പ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? കോമൺ ആണ്, കോമൺ നെയിം ആണ് അല്ലെ? ജ്വല്ലറി എന്താ? കോമൺ നെയിം ആണ്. ഭീമ ജ്വല്ലറി ആണെങ്കിലോ അത് പ്രോപ്പർ നൗൺ ആണ്, ഒരു യൂണിക് നെയിം പറഞ്ഞു. ഓക്കെ, ഇനിയിപ്പോ പ്ലേസ് ആണെങ്കിൽ എറണാകുളം എന്ന് പറയുന്നത് പ്രോപ്പർ ആണ്, പ്ലേസ് എന്ന് പറയുന്നത് കോമൺ ആണ്, കേരള എന്ന് പറയുന്നത് പ്രോപ്പർ
ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് കോമൺ, സ്റ്റേറ്റ് എന്ന് പറയുന്നത് കോമൺ, ഇന്ത്യ എന്ന് പറയുന്നത് പ്രോപ്പർ. ഓക്കെ, പെൻ എന്ന് പറയുന്നത് കോമൺ, ബ്ലൂ പെൻ എന്ന് പറയുന്നത് പ്രോപ്പർ. ഓക്കെ, ഈ ടേബിൾ, ടേബിൾ എന്താണ്? കോമൺ ആണ്. റൗണ്ട് ടേബിൾ പ്രോപ്പർ ആണ്, പ്ലാസ്റ്റിക് ടേബിൾ പ്രോപ്പർ ആണ്, ഗ്ലാസ് ടേബിൾ പ്രോപ്പർ ആണ്, ചെയർ കോമൺ. മിസ് എന്തോ ഒന്നുകൂടെ പറയും പ്ലീസ്. എഴുതിയെടുക്കാണോ? ഒന്നാലും പറ. എഴുതിയെടുക്കാണോ? എഴുതിയെടുക്കണേ മനസ്സിലാവാത്തുണ്ട. എഴുതിയെടുക്കാണോ? എഴുതിയെടുക്കുന്നുണ്ട് പക്ഷെ അത് എഴുതിയെടുക്കുന്നോണ്ടല്ലേ കേൾക്കാഞ്ഞത് അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എഴുതിയെടുക്കല്ലേ കേട്ടോ, ഒന്നും മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കേട്ട് മനസ്സിലായതിനു ശേഷം നോട്ട് എഴുതുകയാണെങ്കിൽ കുറച്ച് ക്ലിയർ ആവും. അതുകൊണ്ടാണേ, ശ്രദ്ധിച്ചിരിക്കും. കുറച്ച് ടഫാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ പഠിക്കാൻ പറ്റൂ കേട്ടോ. ശ്രദ്ധിച്ചിരിക്കും. അപ്പോ പ്രോപ്പർ എന്ന് പറയുന്നത് എന്താണ്? പ്രോപ്പർ എന്താണ്? ഒരു യൂണീക്ക് നെയിം ആകാം, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തൊരു പേരാകാം, നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പേരാണ്. കോമൺ ആണ്. നമ്മൾ കോമൺലി വിളിക്കുന്ന എല്ലാ പേരുകളും കോമൺ നെയിം ആണ്. ഏതൊക്കെയാണ് കോമൺ നെയിം? ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പറയുന്നത്? നിങ്ങൾ കോമൺ നെയിം ഏതൊക്കെയാണ്? നിങ്ങളുടെ കയ്യിരിക്കുന്ന ബോയ്സ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിരിക്കുന്ന ഫോൺ എന്താണ്? ഫോൺ കോമൺലി നമ്മൾ പറയുന്നത് ഫോൺ അല്ലേ? ഫോൺ വരുമ്പോ കോമൺ. ഇപ്പം വിവോ കമ്പനിയുടെ ചേർത്ത് പറയുവാണെങ്കിൽ പ്രോപ്പർ നോൺ. മനസ്സിലായി. ഓക്കെ ഓക്കെ. ഇപ്പൊ ഞാൻ പെറ്റിന്റെ കാര്യം പറഞ്ഞു. വീട്ടില് ഡോഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോഗ് ഒക്കെ കോമൺ ആണ്. പക്ഷെ ഡോഗിന് തന്നെ പല പല കാറ്റഗറീസ് ഉണ്ട് അല്ലെ? പോമറേനിയൻ ഉണ്ട്, ലാബ്രഡോഗ് ഉണ്ട് അല്ലെ? അതൊക്കെ എന്താണ് ഇപ്പൊ പ്രോപ്പർ ആയിട്ട് മാറി. ക്യാറ്റ് ആണെങ്കിലോ പേർഷ്യൻ ക്യാറ്റ് ഉണ്ട്, അത് പ്രോപ്പർ ആയിട്ട് മാറി. ഓക്കെ, ക്ലിയർ? അപ്പൊ മനസ്സിലായെങ്കിൽ പ്രോപ്പർ നൗണും കോമൺ നൗണും കുറച്ച് എക്സാമ്പിൾ ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് നിങ്ങൾ നോക്കട്ടെ. അതിനുശേഷം ഒക്കെ ലാസ്റ്റ് നമുക്ക് നോട്ട് എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ നോട്ട് എന്ത് എഴുതാൻ ഞാൻ പറയും. ടെക്സ്റ്റ് ചെയ്യോ? നിങ്ങൾക്ക് മനസ്സിലായ പ്രോപ്പർ നൗണും കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി. എല്ലാവരും ചെയ്യൂ. ഒരുമിച്ച് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും കേട്ടോ. ഓക്കെ, കോമൺ എന്ന് കുറച്ച് ലിസ്റ്റ് ഒരു 5 കോമൺ നൗണും ഒരു 5 പ്രോപ്പർ നൗണും അങ്ങനെ എക്സാമ്പിൾ ആയിട്ട് ഒരു 10 ഒരുമിച്ച് ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റ് ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ ആണ്. ഓക്കെ, നോക്കാനും കുറച്ച് എളുപ്പമായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ടൈപ്പ് ചെയ്യാം, ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, ക്യാമറ ഓഫ് ചെയ്താലേ ഞാൻ പോയി എന്നല്ല കേട്ടോ. ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ ടെക്സ്റ്റ് ചെയ്യാനല്ലോ വെച്ചു. അപ്പൊ ക്യാമറ ഓൺ ചെയ്തിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണേ. അവിടെ ഞാൻ ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. Okay. Not. Yeah, drink. Ashkan, the drinker. It's not a noun.
book, yeah, biscuits. ഇതൊക്കെ എന്തൊക്കെയാണ് അശ്വന്ത്? ഇതൊക്കെ noun ഏതൊക്കെ noun ആണെന്ന് നോട്ട് ചെയ്യട്ടോ. അതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ. Then a single line book proper ആണ്. Okay. Anu, a girl, correct. Jasmine flower, birds, animals, common. Then this dog, cat, woman, and company, correct. And the complete common, Barbie, proper. Proper below for lexicon, two cats, round table, etc. Proper. Common form, table, lake, movie, dress, color. Okay. Television common, dog, man, woman, cat. Okay. Glass plate proper, plate common. Yeah. Dark chocolate proper. Okay. Clear. Then എല്ലാവരും ടെക്സ്റ്റ് ചെയ്ത് കുറവാണല്ലോ. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യൂട്ടോ. എല്ലാവരും ചെയ്യൂ. ടെക്സ്റ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ നോട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. മീൻസ് നമ്മൾ ഒരു 6 kinds നൗൺസ് നമ്മൾ എഴുതി. അതിനുശേഷം നൗണും പ്രോപ്പർ നൗണും കോമൺ നൗണും നമ്മൾ പഠിച്ചതാണ്. അപ്പൊ കോമണും പ്രോപ്പറും കൂടെ മനസ്സിലായത് എന്താണ് നമുക്ക് നോട്ടിൽ എഴുതി വെക്കാം. ഫസ്റ്റ് പ്രോപ്പർ എഴുതാം, അതിനുശേഷം കോമൺ എഴുതാം കേട്ടോ. അപ്പൊ അത് ടെക്സ്റ്റ് ചെയ്യാം. ദെൻ ഇങ്ങനെ നോട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് ചെയ്യൂ. Okay, notes complete ആയി. Common boy, building, city, country, code. Okay. Yeah. ഇനി എല്ലാവരും നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. നോട്ട്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും എന്താണ് പ്രോപ്പർ ആൻഡ് കോമൺ നൗൺ രണ്ടും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്, ക്ലിയർലി മനസ്സിലായിട്ടുണ്ട്. So then we can write down the notes what you learn. Okay. Notes complete ആകുമ്പോൾ just ഒന്ന് പറയൂ കേട്ടോ.
ഓക്കെ, എല്ലാവരും നോട്ട് കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയെങ്കിൽ പറയൂ കേട്ടോ, അതിനുശേഷം എനിക്ക് അടുത്ത ക്ലാസ് എടുക്കാനാണ്. നോട്ട് കംപ്ലീറ്റ് ആയാലും പറയൂ. ഓക്കെ, കംപ്ലീറ്റ് ആണല്ലോ, ക്ലിയർ ആണ്. അപ്പൊ പ്രോപ്പർ നൗൺ എന്താണ്, കോമൺ നൗൺ എന്താന്ന് മനസ്സിലായാലോ? ഡൗട്ട്സ് എന്തിലുണ്ടോ? ഡൗട്ട്സ് ഉണ്ടോ? മിസ് എന്തോ? പിന്നെ നൗൺ ഒറ്റ സെന്റൻസ് ആയിട്ട് പറഞ്ഞില്ലേ, അതുപോലെ പ്രോപ്പർ നൗൺ കോമൺ ഒറ്റ സെന്റൻസ് ആയിട്ട് പെട്ടെന്ന് ഓർത്തിരിക്കുക എഴുതാൻ എന്തിനും പറഞ്ഞുതരും. മീൻസ് നോട്ട് എഴുതാനാണോ? ചുമ്മാ നോട്ട് ചെയ്ത് വെക്കാൻ, പ്രോപ്പർ നൗണ്ട് നേരെ കോമൺ നൗണ്ട് നേരെ അങ്ങനെ എഴുതി വെക്കാൻ. ഓക്കെ, അനീസക്ക് എന്താണ് മനസ്സിലായത്? ജസ്റ്റ് ഒന്ന് പറഞ്ഞു. പ്രോപ്പർ നൗന്ന് ചോദിച്ചാ അതെനിക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ പ്രോപ്പർ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ. പ്രോപ്പർ ആയിട്ട് അറിയാവുന്ന കാര്യം അല്ല, ഇതിപ്പോ അനീസ വിചാരിക്കോ ചോദിച്ചത് അബദ്ധാണല്ലോ, ഇതിന് മേലെ ചോദിക്കണ്ടായിരുന്നു. ഞാൻ അങ്ങനെ എനിക്കറിയാവുന്ന രീതിയിൽ എഴുതിയേക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോഴാണ് മിസ്സിനോട് ചോദിച്ചത്. എനിക്ക് മനസ്സിലായി കേട്ടോ, അതുകൊണ്ടാണ് ചോദിച്ചത്. മനസ്സിലായി. ഒരു കാര്യം പറയൂ, അനീസക്ക് എന്താണ് മനസ്സിലായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് പറഞ്ഞേ, അതായത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മള് കോമൺലി യൂസ് ചെയ്യുന്ന നെയിംസ്, അതുപോലെ ഡ്രസ്സസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ തിങ് അങ്ങനെയല്ലേ? പറഞ്ഞോ. അതൊക്കെ എന്താന്ന് വരുന്നതാണ് കോമൺ തിങ്. അല്ല, തിരിഞ്ഞ യൂസ്. ഇതൊന്ന് പറഞ്ഞു തരുമോ? എനിക്ക് ടെൻഷനായിട്ട് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോ നോട്ട് എഴുതാനുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഞാൻ പറയാം. പ്രോപ്പർ നൗൺസ് ആർ സ്പെഷ്യൽ തിങ്സ് we can use to talk about the specific people, place, thing or occasions. Listen, mute ചെയ്യുക. അതായത് ഇപ്പൊ എല്ലാം ഞാൻ പറഞ്ഞില്ല, നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനും ഒരു പേരുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ചുറ്റും നോക്കിയൊന്ന്, എല്ലാത്തിനും ഒരു പേരില്ലേ? കോമൺ ആയിട്ട് പറയുന്ന പേരുണ്ട്, അല്ലാതെ നമ്മൾ കൊടുത്ത പേരുകളും നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാനും അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യാനും പറ്റുന്ന രീതിയിൽ നമ്മൾ കൊടുത്ത പേരുകളുണ്ട്. ഇപ്പൊ അനീസയ്ക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അനീസ പോയോ? ഇല്ല, എവിടെ ഉണ്ട്? അനീസ എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യല്ല. ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അനീസ ഫ്രീ ടൈം എന്താ ചെയ്യുന്നത്? അനീസ ഇപ്പൊ ഫ്രീ ആയിട്ടിരിക്കും, എന്താ ചെയ്യാ? ഒന്നും ചെയ്യുന്നത് പറയാൻ കേട്ടോ, എന്താ ചെയ്യാൻ ഇഷ്ടമുള്ളത്? ഞാൻ അങ്ങനെയൊന്നും ഇല്ല, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, അനീസ് ഒരു ഷോപ്പ് തുടങ്ങാന്ന് വിചാരിക്കും. അനീഷയ്ക്ക് എന്താണ് ആഗ്രഹം? എന്താണെന്ന് അതൊന്നും പറ. എന്താവണമെന്നാ? എന്താണ് പറയൂ. ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത് ഒരു പേരാണോ? അല്ല. പിന്നെ? അതെ, പേരാ. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ട്. ടെൻഷൻ അല്ല, അത് മാറ്റി വെച്ചോ, എന്റെ ആവശ്യമില്ല. ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത് പേരാ. അപ്പോ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എത്ര ഫാർമസിസ്റ്റ് ഉണ്ടാകും? ഒരാളുണ്ടാവുള്ളൂ? ഇല്ല, ഒരുപാട് ആൾക്കാർ. അവരെ നമ്മൾ എങ്ങനെ വിളിക്കും? ഫാർമസിസ്റ്റ് എന്ന് വെച്ചാൽ വിളിയേക്കോ അവര്? ഇല്ല, പിന്നെന്ത് ചെയ്യും? അവരുടെ പേര് വിളിക്കുന്നു. അത് പ്രോപ്പർ. അത് പ്രോപ്പർ. എല്ലാരും നമ്മൾ പറയുന്നത് ഫാർമസിസ്റ്റ് എന്താണ്? കോമൺ. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഫാർമസിസ്റ്റ് എവിടെയാ ജോലി ചെയ്യാം? ഫാർമസി. ഫാർമസിയില്. ഓക്കെ, ഇപ്പൊ ഫാർമസിയിൽ വർക്ക് ചെയ്യാണെന്ന് വിചാരിക്കൂ.
ആ അനീസിനോട് പറയണം ഞാൻ ഫാർമസിയിൽ വർക്ക് ചെയ്യാണ്. നമ്മൾ ഓക്കെ ഏത് ഫാർമസിയിലെന്ന് ചോദിക്കും. ആ. അപ്പൊ എന്താ പറയും? ആ അല്ല ഏത് ഫാർമസി എന്ന് പറയുമ്പോൾ ഒരുപാട് ഫാർമസി ഉണ്ടല്ലോ. ആ ഉണ്ടല്ലോ. ആ അപ്പൊ ഹോസ്പിറ്റൽ ഫാർമസി. എന്തായാലും ഒരു പേര് പറയും. എവിടെയാണ് അവിടെ പേര് പറയും. എന്തുകൊണ്ടാണ് നമ്മൾ പേര് പറയുന്നത്? അറിയാൻ വേണ്ടി. അറിയാൻ വേണ്ടി. ഇനി ഇപ്പൊ മനസ്സിലായോ എന്താണ് പ്രോപ്പർ എന്ന് എന്താണ് കോമൺ എന്ന്? മനസ്സിലായി. അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കട്ടെ. അനീസ, നമ്മള് ടെൻഷൻ എടുക്കരുത്. കാരണം നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞേ പഠിക്കാൻ പറ്റും. അല്ലാതെ ഞാൻ പറയുന്നത് കേട്ടിരുന്നിട്ട് ഓക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് ക്ലാസ്സിൽ നിന്ന് പോയി കഴിഞ്ഞാല് ചിലപ്പോ അത് മനസ്സിലായിരിക്കണമെന്നില്ല. ആ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായത് നമ്മൾ പറയുകയാണെങ്കിൽ കുറച്ച് നമുക്ക് ക്ലിയർ ആവും. നമുക്കൊരു വ്യക്തത തന്നെ വരും. ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഒരു ഉറപ്പുണ്ടാവും ഞാൻ പഠിച്ചു എനിക്കത് മനസ്സിലായിട്ടുണ്ട് എന്ന് നമ്മൾ അറിയുന്നത് നമ്മൾ പറയുമ്പോഴാണ്. പഠിച്ച കാര്യങ്ങൾ പറയാൻ പറ്റുന്നുണ്ടോന്ന്. അത് പറയുന്നത് പൊട്ടത്തെറ്റാണെങ്കിലും കുഴപ്പമില്ല. ഇത് അത് ഇഷ്ടമുള്ള രീതിയിൽ പറഞ്ഞു. നമ്മള് ഓക്കെ അനീസ ഒന്ന് റിലാക്സ് ചെയ്തു ഞാൻ വിളിക്കാം. ഓക്കെ അന്ന 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 ഓക്കെ അന്ന എന്താണ് വാട്ട് ഈസ് പ്രോപ്പർ നൗൺ ആൻഡ് വാട്ട് ഈസ് കോമൺ നൗൺ? ക്യാൻ യു ടെൽ മീ അബൌട്ട് ദാറ്റ്? പർട്ടിക്കുലർ ആയിട്ട് ഒരു പേരുണ്ടെങ്കിൽ അത് പ്രോപ്പർ നൗൺ ആണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ലെക്സി പെൻ അത് പ്രോപ്പർ നൗൺ ആണ്. ഒരു വസ്തുവിനെയോ ഒരു അനിമലിനെയോ ഒക്കെ പേരെടുത്ത് നമ്മൾ വിളിക്കുവാണെങ്കിൽ പ്രോപ്പർ നൗൺ ആയിട്ട് നമ്മൾ പറയും. കോമൺ നൗൺ എന്ന് വെച്ചാൽ ഒരു നെയിം ഇല്ലാത്ത കോമൺ ആയിട്ട് ഇപ്പൊ നമ്മള് എന്താ പറയാ സൂപ്പർ മാർക്കറ്റ്, മാർജിൻ ഫ്രീ, ബേക്കറി അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ അത് കോമൺ നൗൺ ആണ്. ഓക്കെ ക്ലിയർ. ഇനി നെക്സ്റ്റ് വൃന്ദ. വൃന്ദ are you there? Yes, ma'am. ഓക്കെ വൃന്ദ സംസാരിക്കാൻ പറ്റോ? ഓക്കെ ആണോ? എന്തോ പറഞ്ഞോളൂ മാം. ഓക്കെ എന്താണ് പ്രോപ്പർ നോൺ എന്താണ് കോമൺ നോൺ എന്താണ്? വൃന്ദയ്ക്ക് എന്താണ് മനസ്സിലായെന്ന് പറഞ്ഞു. വൃന്ദ കംഫർട്ടബിൾ ആണോ? എനിക്ക് തോന്നുന്നു കുഞ്ഞുണ്ട് തോന്നുന്നു കയ്യില്. ഉണ്ണി കുറച്ച് നേരത്തെ വാശിയിലായിരുന്നു. ഓക്കെ മാത്രം സംസാരിച്ചാൽ മതി, കുഴപ്പമില്ല കേട്ടോ. നോട്ട് ചെയ്തോളൂ. ഓക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ക്ലിയർ ആണ്. ഓക്കെ ഇനി നെക്സ്റ്റ് ആരാ? ബിന്ദുജ. ഹലോ മാം. പറയൂ ബിന്ദുജ. പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പം പർട്ടിക്കുലർ ആയിട്ട് യുണീക്ക് ആയിട്ടുള്ള നെയിംസിന് നമുക്ക് പ്രോപ്പർ നൗൺ എന്ന് പറയാം. ഇപ്പം ആരെങ്കിലും പേരാകാം, ഒരു സ്ഥലത്തിന്റെ പേരാകാം, എന്തിൻ്റെയും പേരിനെ വെച്ച് പറയുന്നതാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. കോമൺ നൗൺ എന്ന് പറയുമ്പം ഇപ്പം പ്രോപ്പർ ആയിട്ടുള്ള നൗണിനെ കോമൺലി വിളിക്കുന്നത്. ഇപ്പോൾ ഒരാളുടെ പേര് പറയാന്നുണ്ടെങ്കിൽ അയാളെ കോമൺ ആയിട്ട് പറയുമ്പോൾ വുമണ്ണോ അല്ലെങ്കിൽ മെണ്ണോ പ്ലേസ് അങ്ങനെയൊക്കെ പറയുന്നതിന് കോമൺ നൗൺ എന്ന് പറയും. ഓക്കെ ബിന്ദുജ. ഗംഗ. ഗംഗ ഞാനിങ്ങനെ സംസാരിക്കാൻ വിളിക്കുന്നോണ്ടാണ് ഓരോരുത്തരെ ലെഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ ഞാൻ സംസാരിപ്പിക്കോട്ടോ. പഠിച്ച കാര്യങ്ങൾ ഞാൻ പറയിപ്പിക്കാറുണ്ട്. എന്റെ ക്ലാസ്സിൽ അങ്ങനെയാണ്. പഠിച്ച കാര്യങ്ങൾ ഞാൻ പറയിപ്പിക്കാറ്. മലയാളത്തിൽ ഇഷ്ടം നിങ്ങൾക്ക് പറയാവുന്നതാണ്. പക്ഷെ പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. തെറ്റിയാലും കുഴപ്പമില്ല, നിങ്ങൾ പറയുന്ന മിസ്റ്റേക്ക് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പറയണം. മിസ്റ്റേക്ക് ആണെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പക്ഷെ പറഞ്ഞേ പറ്റും. ഓക്കെ പറയുമ്പോ
കുറച്ചുകൂടി ക്ലിയർ ആണ്. ഇപ്പൊ ക്ലാസ്സില് ഞാൻ ചോദിച്ച കാര്യം പറഞ്ഞവര് രണ്ടുപേരാണ്, ബിന്ദുജ ആൻഡ് അന്ന. രണ്ടുപേരെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു. ഒന്ന് അന്നോട് ജസ്റ്റ് സംസാരിച്ചു, അത്രേ ഉള്ളൂ. എന്ത് തോന്നി? നമ്മൾ പറയുന്ന കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് തോന്നും. ഓക്കെ, അന്ന. യെസ് മാം, എനിക്ക് സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് കിട്ടുമെന്നൊരു പ്രതീക്ഷ വന്നിട്ടുണ്ട്. ഇത്രയും ഉള്ളൂ കേട്ടോ, ഇത്രയും തോന്നുള്ളൂ. കാരണം വേറെ ഒന്നും തോന്നില്ല നമുക്ക്. ഒന്ന് അങ്ങോട്ട് ഇത് സംസാരിച്ചാല്. ഇനിയിപ്പോ നിങ്ങളോട് ഞാൻ വിളിക്കുമ്പോ ഞാൻ ഒരു പേര് വിളിക്കുകയാണ്, അഥവാ നിങ്ങൾക്കത് ഞാൻ പഠിപ്പിച്ച കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പണായിട്ട് എന്നോട് തന്നെ പറയാം, മിസ് എനിക്കത് മനസ്സിലായില്ല, ഒന്നോട് പറഞ്ഞു തരും എന്ന് ചോദിക്കാം. എന്നിട്ട് മനസ്സിലായെങ്കിൽ പിന്നെയും ചോദിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കാരണം നിങ്ങളെ പഠിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്, അല്ലെ? നിങ്ങൾ പഠിക്കണം. എന്റെ ആഗ്രഹം അത്രയേ ഉള്ളൂ. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികള് ഞാൻ എന്താണോ പഠിപ്പിക്കുന്നത് അത് പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അത്രയും വലിയ സ്ട്രിക്റ്റോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. അതൊക്കെ എന്നോട് എപ്പോ വേണമെങ്കിലും ഫ്രണ്ട്ലി ആയി നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാവുന്നതാണ്, എന്താണെങ്കിലും ചോദിക്കാവുന്നതാണ്. അത് എത്ര പ്രാവശ്യം ചോദിച്ചാലും ഞാൻ അത് ക്ലിയർ ചെയ്ത് തരും. കാരണം ഡൗട്ട്സ് വരുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ്, അല്ലെ? അതുകൊണ്ട് പറയാൻ നോക്കാം. പിന്നെ ആ അൺമ്യൂട്ട് ചെയ്യാനുള്ളൊരു പേടിയും എന്നോട് സംസാരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടും ഇപ്പൊ അങ്ങനെ പ്രസന്റ് ചെയ്യുന്നതിലൂടെ മാറിക്കിട്ടും. ഒരു കോൺഫിഡൻസ് വരും, നമുക്ക് പറ്റും, നമ്മളെ കൊണ്ട് സംസാരിക്കാൻ പറ്റും, എനിക്ക് പഠിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് വരും. അതിന് വേണ്ടിയൊക്കെയാണ് ഈ വിളിക്കുന്നേ. പേര് വിളിക്കുമ്പോഴേക്കും ലെഫ്റ്റ് ആയി പോവാണ്. അതിന്റെ റീസൺ എനിക്ക് അറിയാലോ. ചിലപ്പോ ഒരു മടി കൊണ്ടായിരിക്കാം, ഒരു പേടി കൊണ്ടായിരിക്കാം, എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് അറിയാത്തതുകൊണ്ടായിരിക്കാം മേ ബി. പക്ഷെ അത് ഫേസ് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റൂ. ഏതൊരു പ്രോബ്ലവും എന്ത് ഇഷ്യൂസും വന്നാലും നമ്മൾ ലൈഫിൽ ഫേസ് ചെയ്തേ പറ്റൂ, ചെയ്യണം. ഓക്കെ, ചെയ്താലേ പഠിക്കൂ. എന്ത് കാര്യം എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ പഠിക്കൂ. എന്ത് അങ്ങനെയാണ്, അല്ലാതെ ഒന്നിനെയും നമ്മൾ വെറുതെ പേടിച്ചിരുന്നത് കാര്യമൊന്നുമില്ല. ലൈഫ് അങ്ങനെയാണ്. ഇത്രയും നിസ്സാര കാര്യമായി ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചതിന് മറുപടി പറയാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ്, ചെറിയൊരു കാര്യമല്ലേ, അത് ഫേസ് ചെയ്യൂ. എന്താ പറ്റാ? അങ്ങോട്ട് ഇപ്പൊ എന്നോട് സംസാരിച്ച് എന്താ പറ്റാ? ഒന്നുമില്ല. ഓക്കെ, ആ പേടികൾ മാറ്റാ, അത്രയേ ഉള്ളൂ. ഇനി ക്ലാസ്സിലിരിക്കുന്നവർ കേട്ടാൽ എന്ത് വിചാരിക്കുമെന്നാണെങ്കിൽ അവരൊന്നും വിചാരിക്കില്ല. ഇപ്പൊ അന്ന പറഞ്ഞപ്പോ നിങ്ങൾ ആരെങ്കിലും ഇതിന് വിചാരിച്ചോ? സത്യം പറയൂ, നീ ചുമ്മാ ഒന്ന് റെസ്പോണ്ട് ചെയ്യും. നിങ്ങൾ അതിന് വിചാരിച്ചോ? എന്നോട് ഞാൻ ചോദിച്ചു എന്താണ് അന്നയ്ക്ക് എന്താണ് മനസ്സിലായത്, അത് ക്ലാസ്സിൽ ഒന്ന് പറയൂ. അന്നത് എക്സ്പ്ലെയിൻ ചെയ്യൂ. എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ എന്താ ചിന്തിച്ചേ? അന്ന് ഇത്രയും മോശമായിട്ടാണ് പറയുന്നത്, അന്ന് എന്തൊക്കെയാ പറയുന്നേ എന്നാണ് ചിന്തിച്ചേ? ആണോ? റെസ്പോണ്ട് ചെയ്യോന്ന്? ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യും. അന്ന പറഞ്ഞപ്പോ മനസ്സിലായി. അല്ല അല്ലേ, അന്നെ പറഞ്ഞത് നിങ്ങൾ കുറ്റമായിട്ടാണോ എന്താണ് ഇങ്ങനെ പറയുന്നത്, അങ്ങനെയാണ് ചിന്തിച്ചേ? അല്ലെങ്കിൽ അത് കേട്ടിരുന്നു, നിങ്ങൾ ചെയ്തത്രയേ ഉള്ളൂ, നിങ്ങൾ കേട്ടിരുന്നു. പിന്നെ നിങ്ങൾ വിചാരിച്ചു എനിക്കും പറയണമെന്നുണ്ട്, എല്ലാം ചിന്തിക്കുന്നുണ്ട്, എനിക്കൊന്നും പറയണമെന്നുണ്ടല്ലോ, പക്ഷെ പറയാൻ പറ്റുന്നില്ല. എന്താണ് പറയാൻ പറ്റാത്തത്? ആലോചിച്ചു. ഇനി ആരെങ്കിലും പ്രസന്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പേരൊന്ന് ടെക്സ്റ്റ് ചെയ്തേനെ, നോക്കട്ടെ. ഞാൻ വിളിക്കാറുണ്ട്. ഇപ്പൊ പറഞ്ഞ കാര്യം, അതായത് ഇപ്പൊ പഠിച്ച കാര്യം ജസ്റ്റ് ഒന്ന് ഒരു സംസാരിച്ച പോലെ ചിലപ്പോൾ അതിൽ കൂടുതലോ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാവുന്നതാണ്. അങ്ങനെ പറയാൻ താല്പര്യമുള്ളവര് ഒന്ന് പേര് ടെക്സ്റ്റ് ചെയ്യും. പേര് ടെക്സ്റ്റ് ചെയ്യുമെനിക്ക് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് എനിക്ക് സെൻഡ് ചെയ്യാം. അങ്ങനെ ഞാൻ ആ പേര് നിങ്ങൾ വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് പറയാം. ഓക്കെ, ക്ലാഷ് വരില്ല, ഡിസ്റ്റർബൻസ് ഒന്നും തോന്നില്ല. ഇല്ല, ആർക്കും താല്പര്യമില്ലല്ലോ പ്രസന്റ് ചെയ്യണ്ട. അങ്ങനെയാണോ? ചെയ്യണ്ടേ? മാം എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ എനിക്ക് ടൈപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ, അതുകൊണ്ടാ. എന്തോ? മോജി മാത്രമേ അയക്കാൻ പറ്റുന്നുള്ളൂ, ടൈപ്പ് ചെയ്യുന്നതില്ല. മൊബൈലിലാ കാണുന്നത്. ആണോ? ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ടൈപ്പ് ചെയ്യണ്ട. പറഞ്ഞോളൂ, എന്താണ് മനസ്സിലായത്? എന്താണ് പറയും? ഓയോ സേറാ ഉണ്ട്. പറഞ്ഞോളൂ. പ്രോപ്പർ നൗൺ എന്ന് വെച്ചാൽ യുണീക്ക് ആയിട്ടുള്ള ഏതെങ്കിലും വസ്തുവായിരുന്നാലും അതും എന്തുവായിരുന്നാലും അതിന് യുണീക്ക് ആയിട്ടുള്ള ഒരു നെയിം കാണും, അതായിരിക്കും പ്രോപ്പർ നൗൺ. പിന്നെ കോമൺ നൗൺ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി നെക്സ്റ്റ് ആരാ?
ഹായ് മാം. ഓക്കെ പ്രിയ പ്രിയ. മാം എനിക്ക് മനസ്സിലായത് ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞ ടീച്ചർ അല്ലെങ്കിൽ കാർ പിന്നെ ഫാൻ അതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സുകളാണ്. അപ്പൊ അതിനെ ഇപ്പൊ ടീച്ചർ എന്ന് പറയുമ്പോൾ ടീച്ചറിന്റെ പേര് നമ്മൾ എടുത്ത് പറയുകയാണ്. ഇപ്പൊ സുനിത ടീച്ചർ എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ്സ് എ പ്രോപ്പർ നെയിം നൗൺ. ഇപ്പൊ ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മളത് കോമൺ നെയിം ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഡോക്ടറുടെ നെയിം ആയിട്ട് നമ്മളിപ്പോൾ എടുത്ത് പറയുവാണെങ്കിൽ ഇപ്പൊ ഡോക്ടർ രാജ് എന്ന് പറയുവാണെങ്കിൽ ദാറ്റ്സ് എ പ്രോപ്പർ നൗൺ. Okay. Clear. Then who's next? Next ആരാ പറയുന്നേ? ഹലോ മാം. പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ നൗൺ എന്ന് വെച്ചാൽ വി ടോക്ക് അബൌട്ട് ദ സ്പെസിഫിക് നെയിം ലൈക്ക് പ്ലേസസ് ഓർ അനിമൽസ് ഓർ തിങ്സ് എക്സെട്ര. അതായത് നമ്മളിപ്പോ ഒരു പ്രത്യേകമായിട്ട് ഒരു പ്രത്യേകം പേര് ഒരു വ്യക്തികളുടെയോ അല്ലെങ്കിൽ സ്ഥലത്തിന്റെയോ അങ്ങനെ വെച്ചിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പേര് ഉള്ളതാണ് പ്രോപ്പർ നൗൺ വരുന്നത്. കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടൊരു ഗ്രൂപ്പ് വരുന്നതോ അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു പറയുന്നതായിട്ടുള്ള പേര് ആണ് കോമൺ നെയിം ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ലൈക്ക് മാം പറഞ്ഞ ഉദാഹരണങ്ങൾ തന്നെ വുമൺ എന്ന് പറയുമ്പോൾ തന്നെ സ്ത്രീകളാണ്. അപ്പൊ അതില് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകമായിട്ട് ഏതൊരു സ്ത്രീ എന്ന് ഉദ്ദേശിച്ച് പറയുമ്പോൾ അവരെ പ്രോപ്പറായിട്ട് അവരെ പേര് വെച്ചിട്ട് പറയുമ്പോൾ അത് ആ വ്യക്തി ഉദ്ദേശിക്കുമ്പോൾ അത് പ്രോപ്പർ നൗൺ ആയിട്ട് മാറുന്നു. അല്ല കോമൺ ആയിട്ട് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അത് കോമൺ പൊതുവായിട്ടുള്ളൊരു നൗൺ ആയിട്ട് മാറുന്നു. താങ്ക് യു. Okay, Najwa. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? Anyone else? ഇല്ല. ഓക്കെ, ഞാൻ കഴിഞ്ഞ 2 ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്തതാണ് അല്ലെ. നമ്മൾ 2 ക്ലാസ് കഴിഞ്ഞു. ഈ 2 ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ഇംഗ്ലീഷിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്റെ ക്ലാസ് എങ്ങനെയാണെന്ന് പറഞ്ഞു. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജോയിൻ ചെയ്തത്, നിങ്ങൾ എന്തിനു വേണ്ടി ക്ലാസ്സിലേക്ക് എന്തിനു വേണ്ടി ക്ലാസ് കേൾക്കാൻ റെഡിയായി വന്നത് എന്നൊക്കെ ഞാൻ ചോദിച്ചതാണ്, പറഞ്ഞതാണ് അല്ലെ. അപ്പൊ നിങ്ങൾ പറഞ്ഞു എനിക്ക് സംസാരിക്കണം, ഇംഗ്ലീഷ് സംസാരിക്കണം ഭയങ്കര ആഗ്രഹമാണ്, ഇംഗ്ലീഷ് പഠിക്കണം എന്നൊക്കെ പറഞ്ഞോ ഇല്ലയോ? പറഞ്ഞു. ആരാ ശരിക്കും ഇംഗ്ലീഷ് പറയണ്ടേ? ഞാനോ നിങ്ങളോ? ഞങ്ങൾ. ഇംഗ്ലീഷ് പോട്ടെ, മലയാളമെങ്കിലും ആരാ പറയണ്ടേ? ഞാൻ ഇവിടുന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ പറയണോ? പറയണ്ടേ? ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കി എത്ര പേര് സംസാരിച്ചു? എത്ര പേര് സംസാരിച്ചു? വളരെ കുറച്ചു പേര് അല്ലെ. വളരെ കുറച്ചു പേര് മാത്രമാണ് സംസാരിച്ചത്. പക്ഷെ ടെക്സ്റ്റ് ചെയ്യാൻ എത്രയോ പേരുണ്ടായിരുന്നു. ടെക്സ്റ്റ് ചെയ്യും, നമുക്ക് മെസ്സേജിങ് ഓക്കെയാണ്, പക്ഷെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്റ്റുഡൻസ്? ഞാൻ എന്താ പറയാ, ഞാൻ നിങ്ങളെ കൊണ്ട് ഇനിയിപ്പോ ഞാൻ മനസ്സിലായാലോ ഞാൻ എന്തുകൊണ്ടാണ് അവർ ഉറപ്പ് പറയാഞ്ഞെന്ന്. നിങ്ങൾ ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിക്കുക, ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിച്ചിട്ടേ ഈ കോഴ്സ് ചെയ്ത് പോകുള്ളൂ എന്ന് ഞാൻ പറയാഞ്ഞത് എന്തുകൊണ്ടാണ് എന്നിപ്പോ മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. ഇതാരാണ് നോക്കേണ്ടത്? അത് നിങ്ങളാണ്. എല്ലാം നിങ്ങളാ ചെയ്യേണ്ടത്. പഠിക്കേണ്ടത് നിങ്ങളാണ്, സംസാരിക്കേണ്ടത് നിങ്ങളാണ്, പ്രാക്ടീസ് ചെയ്യേണ്ടത് നിങ്ങളാണ്, ഓരോ ആക്ടിവിറ്റി തരുമ്പോൾ പ്രസന്റ് ചെയ്യേണ്ടത് നിങ്ങളാണ്, അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? തിയറീസ് മാത്രം എടുത്തിട്ട് പോട്ടെ ഞാൻ എന്നാല് മതിയോ? മനസ്സിലായോ എന്ന് പോലും ഞാൻ ചോദിക്കില്ല. വെറുതെ ചുമ്മാ കുറച്ച് ക്ലാസ് എടുത്തിട്ട് ഞാൻ അങ്ങനെ പോവാം. മതിയോ? വേണ്ട. ഓക്കെ, ഞാൻ എന്തെങ്കിലും ആക്ടിവിറ്റി തരുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോഴോ റെസ്പോണ്ട് ചെയ്യാൻ റെഡി ആയുള്ള എത്ര പേരുണ്ട് നോക്കട്ടെ. ഞാനുണ്ട്. ഞാനുണ്ട്. ഞാനുണ്ട് നോക്കട്ടെ. ഇമോജീസ് വേണ്ട,
ടെക്സ്റ്റ് ചെയ്യൂ. എത്ര പേരുണ്ടെന്ന് അറിയണം. കൗണ്ട് ചെയ്യാം. മാം എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സേവ ഞാനുണ്ട്. ഓക്കെ. സംസാരിക്കാൻ ബുദ്ധിമുട്ട് അതുകൊണ്ട് സംസാരിക്കാണ്ട് ക്ലാസ് ഒക്കെ ഇന്നത്തെ മനസ്സിലാക്കി. ഓക്കെ 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 അൻഷിത. റെഡി എന്ന് പറയുന്നവര് Lord. 11, 12, 13. I think 13 ഉണ്ടാവാം. 12 നോക്കാം. ഓക്കെ, ക്ലാസ്സിലിപ്പോ 23 സ്റ്റുഡൻസ് ഉണ്ട്. 23. ഓക്കെ, 23ല് എന്നോട് സംസാരിക്കാൻ കംഫർട്ടബിൾ ആയവര് ആകെ എത്ര പേരാ? 12 പേര്. ബാക്കി 13. വരട്ടെ. റെഡി ആയ എന്നോട് സംസാരിക്കണം. ചുമ്മാ എന്തെങ്കിലും സംസാരിച്ചാൽ മതി. സംസാരിച്ചേ പറ്റൂ. അൺമ്യൂട്ട് ചെയ്യണം, സംസാരിക്കണം, പ്രസന്റ് ചെയ്യണം. ഇനി ടൈമുണ്ട്. ടെക്സ്റ്റ് ചെയ്യൂ. റെഡി ആണ്. ഞാൻ പേര് വിളിക്കുമ്പോ മിണ്ടാതിരിക്കരുത്. കാരണം എനിക്ക് വേണ്ടിയല്ല ഞാനതൊന്നും പറയുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നേ. എന്തിനാ നിങ്ങൾ കേട്ട് വെക്കുന്നത്? ക്ലാസ്സിൽ സംസാരിക്കാൻ ഓക്കെ. പകുതി പോലും ആയിട്ടില്ല. ഓക്കെ, റെഡി ആണല്ലോ? ഷുവർ അല്ലേ? ഇത്രയും സ്റ്റുഡൻസേ എന്റെ ക്ലാസ്സിൽ പൊതുവെ ഉണ്ടാവാറുള്ളൂ. അത് മനസ്സിലാക്കുക. ആദ്യം ഞാൻ പറഞ്ഞു, ആദ്യം ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോ 50 സ്റ്റുഡൻസ് എന്തോ ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കി 23. അതില് റെഡി ആണെന്ന് പറഞ്ഞത് നോക്കി. അപ്പൊ ഈ റെഡി ആണെന്ന് പറഞ്ഞത് മാത്രമേ നിങ്ങൾ ക്ലാസ്സിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, അറ്റ് ദ എൻഡ്, അവസാനം വരെ മേ ബി ചിലപ്പോൾ അതിലും കുറഞ്ഞൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്റെ കൂടെ ഉള്ളവരെ എന്നോട് സംസാരിക്കണം. അറിയുള്ളൂ. ഓക്കെ, റെഡി ആണല്ലോ? ഇനി എന്നോട് സംസാരിക്കാതിരിക്കരുത്. റെസ്പോണ്ട് ചെയ്യണം. ആരൊക്കെ റെഡി ആണ് എന്ന് ചോദിക്കുമ്പോ ഇത്രയും പേര് എനിക്ക് പേര് ടെക്സ്റ്റ് ചെയ്തേ പറ്റൂ. എന്തെങ്കിലും ആവട്ടെ, തെറ്റിക്കോട്ടെ. നിങ്ങൾ പറയും തെറ്റിയാലും കുഴപ്പമില്ല, പക്ഷെ പറയണം. പറഞ്ഞേ പഠിക്കാൻ പറ്റൂന്നേ. മനസ്സിലാക്കൂ. ഇനിയെങ്കിലും മനസ്സിലാക്കൂ. ഇത്രയും നാളെ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ആയിരുന്നു. ഇനിയും ചെയ്യുന്ന മിസ്റ്റേക്ക് തന്നെയാണ്. മിസ്റ്റേക്സിലൂടെ മാത്രമേ പഠിക്കൂ. കറക്റ്റ് ചെയ്യാം. ഓക്കെ, മിസ്റ്റേക്സ് സംഭവിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ കറക്റ്റ് ചെയ്താണ് നമ്മുടെ ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പഠിക്കുന്നത് അങ്ങനെ തന്നെയാണ്, അല്ലെ? അപ്പൊ ഇംഗ്ലീഷും അങ്ങനെ തന്നെയാണ്. മിസ്റ്റേക്സിലൂടെ മാത്രമേ പഠിക്കൂ. മിസ്റ്റേക്സ് വന്നോട്ടെ, വരുന്നത് നല്ലതാണ്. ഓക്കെ, ക്ലിയർ? ദാറ്റ്സ് ഓൾ. അപ്പൊ ഓക്കെ ആണല്ലോ? ഇന്നത്തെ ക്ലാസ് വേറെയായിരുന്നു, ഇന്ന് വേറെയാണ്. ഓക്കെ ആണല്ലോ? കംഫർട്ടബിൾ അല്ലേ? ഞാൻ പറഞ്ഞതിന് മിസ്റ്റേക്സ് ഒന്നുമില്ല. ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. സ്ട്രിക്റ്റ് ആയിട്ടല്ല, ദേഷ്യപ്പെട്ടല്ല പറഞ്ഞത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പറയാൻ കാരണവും നിങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ട് ഞാനത് പറഞ്ഞു എന്ന് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, എന്തിനു വേണ്ടിയാണ് പറഞ്ഞത്, ആർക്ക് വേണ്ടിയാണ് പറഞ്ഞത്? ഞാൻ ദേഷ്യപ്പെട്ടിട്ടൊന്നും അല്ലട്ടോ സംസാരിച്ചത്. ഓക്കെ, ദേഷ്യമൊന്നുമില്ല. എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. സ്നേഹം മാത്രമേ ഉള്ളൂ. എനിക്ക് നിങ്ങൾ പഠിക്കണം എന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പൊ 2 ടോപ്പിക് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പഠിക്കും, അതിനെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് പോവാ. ഇങ്ങനെയാണ് ക്ലാസ് പോവാ കേട്ടോ. എൻജോയ് ചെയ്ത് പഠിക്കുക. ഒരിക്കലും ബോറടിച്ച് പഠിക്കാതെ എൻജോയ് ചെയ്യുക. Okay, that's all. So it's time to wind up today's class. Okay, so thank you all. See you on the next class. Okay, bye. Thank you very much. Thank you, ma'am.